Now let us discuss about parts of lathe. So first one, bed. It is the base of the machine. It carries headstock on its left and tailstock on its right end. The bed is made up of cast iron. Second, tailstock. It is situated at the right end of the bed. It is used for it is used for supporting the right end of the workpiece. Supporting the right end of the workpiece. It can be moved along the bed. Tailstock can be moved along the bed and clamped over the bed at the desired location. Third one, carriage. The carriage is a moving part. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഞാൻ ഓൾറെഡി തന്നിട്ടുള്ള ലെയ്ത്തിൻ്റെ ഫിഗർ വെച്ചിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അപ്പോൾ മാത്രമേ ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസ് കിട്ടൂ. The carriage is a moving part that slides over the guideways between headstock and tailstock. It carries the following parts: saddle, cross-slide, compound rest, tool post. What is meant by saddle? It moves along the guideways. It carries cross-slide and tool post. Saddle മുകളിൽ കാണാൻ പറ്റും. It can be moved anywhere along the bed. Saddle can be moved anywhere along the bed and locked to the required position. What is cross-slide? It carries compound rest and tool post. Cross-slide, അത് സാഡിലിൻ്റെ മുകളിൽ കാണാൻ പറ്റും. The cross-slide can have a crosswise movement by its hand wheel. മുന്നോട്ടേക്കും പിറകോട്ടേക്കും ഫ്രണ്ട് ഓർ ബാക്ക് മൂവ്മെൻറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ക്രോസ്-സ്ലൈഡ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ടൂൾ മൂവ് ചെയ്യും. നെക്സ്റ്റ്, കോമ്പൗണ്ട് റെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സപ്പോർട്ടിംഗ് ദി ടൂൾ പോസ്റ്റ് ആൻഡ് ഈസ് മൗണ്ടഡ് ഓവർ ദി ക്രോസ്-സ്ലൈഡ്. ദ ബേസ് ഓഫ് ദി കോമ്പൗണ്ട് റെസ്റ്റ് ഈസ് മാർക്ക്ഡ് ഇൻ ഡിഗ്രീസ്. അതിലേക്ക് പോയിട്ട് നമുക്ക് കാണാൻ പറ്റും. കോമ്പൗണ്ട് റെസ്റ്റ് നമ്മുടെ ഡിഗ്രീസിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ മുകളിലായിട്ടാണ് ടൂൾ പോസ്റ്റ് വരിക. ദ ടൂൾ പോസ്റ്റ് ക്യാൻ ബി സ്വിവൽഡ് ടു വാരിയസ് ആംഗുലർ പൊസിഷൻസ് ഫോർ ടേപ്പർ ടേണിംഗ്. അപ്പോൾ ഈ കോമ്പൗണ്ട് റെസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യും, ആ ടേപ്പർ ടേണിങ്ങിന് വേണ്ടിയിട്ട് ടൂളിനെ സെറ്റാക്കാൻ വേണ്ടി പറ്റും. ദ ടൂൾ പോസ്റ്റ് ക്യാൻ ബി സ്വിവൽഡ് ടു വാരിയസ് ആംഗുലർ പൊസിഷൻസ് ഫോർ ടേപ്പർ ടേണിംഗ്. സോ ലാസ്റ്റ് വൺ, ടൂൾ പോസ്റ്റ്. എന്താണ്? കാരേജ് ഈസ് യൂസ്ഡ് ടു മൂവ് ദി ടൂൾ പോസ്റ്റ് ഓൺ ദി ബെഡ് ഹൊറിസോണ്ടലി. കാരേജ് മൂവ് ചെയ്യുന്ന സമയത്ത് ടൂൾ പോസ്റ്റ് മൂവ് ചെയ്യും. ടൂൾ പോസ്റ്റ് ഈസ് മൗണ്ടഡ് above the compound rest. It is used for holding various tools. Tool post is mounted above the compound rest. It is used for holding various tools. എന്താണ് ഹെഡ്സ്റ്റോക്ക്? The headstock assembly is permanently fastened to the left end of the bed. The headstock has the driving and speed changing mechanism. Driving and driven തുടങ്ങിയ എല്ലാ പവർ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസസ് ഉണ്ടല്ലോ, അതെല്ലാം എൻ്റർ മെക്കാനിസം വിൽ ബി എൻക്ലോസ്ഡ് വിത്തിൻ ദി ഹെഡ് സ്റ്റോക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എഴുതുന്നത് പാർട്സ് ചോദിച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് ഹെഡ് സ്റ്റോക്ക് വൈ കാസ്റ്റ് അയൺ ഈസ് പ്രിഫേർഡ് ഫോർ ലൈറ്റ് ബെഡ്? വി നോ ദാറ്റ് മഷീൻ ബെഡ് ഈസ് സബ്ജക്റ്റ് ടു ഹൈ കംപ്രസീവ് ലോഡ്. Cast iron has the property of absorbing shocks and vibrations. So, it prevents deflection under high cutting pressure transmitted through tool post and carriage. So, it prevents bed. So, it prevents deflection under high cutting pressure transmitted through tool post and carriage. Okay. That's why we prefer cast iron for lathe bed. Next question, with the neat diagram, explain how lathe is specified. With neat diagram, explain how lathe is specified. So you have to draw this figure. ഒരു ഫിഗർ കാണാൻ പറ്റും. ഈ ഫിഗർ നിങ്ങൾ വരക്കണം. അവിടെ കാണാൻ പറ്റും ബെഡ്, പിന്നെ ഒരു ലൈഫ് സെൻറ്റർ കാണാൻ പറ്റും. ടെയിൽ സ്റ്റോക്കിൻ്റെ ഭാഗത്തൊരു ഡെഡ് സെൻറ്റർ കാണാൻ പറ്റും. ഡെഡ് സെൻറ്റർ, ഇത് ലൈഫ് സെൻറ്റർ. ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റേഴ്സ്, ബെഡ്. ദിസ് ഈസ് സ്വിങ് ഓവർ കാരേജ്, അത് സ്വിങ് ഓവർ ദി ബെഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചിത്രം നോക്കി വരക്കുക. ഇനി ഇതിനെപ്പറ്റി പറയാം. ഓക്കെ, സോ വിത്ത് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ഹൗ ലേറ്റ് ഈസ് സ്പെസിഫൈഡ്. ദ സൈസ് ഓഫ് ദ ലേറ്റ് ഈസ് ജനറലി സ്പെസിഫൈഡ് ആസ് ഫോളോസ്. എങ്ങനെയൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ്, ദ size of the lathe is generally specified as follows. First, the maximum distance between the dead center and live center. അത് ഇത്ര എന്നുള്ള
നമ്മൾ മെൻഷൻ ചെയ്യണം ആദ്യം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്തായിരിക്കണം? സ്പിൻഡിൽ സ്പീഡ്. അതേമാതിരി ദ സ്വിംഗ് ഡയമീറ്റർ ഓവർ ദി ബെഡ് എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ? എന്താണത്? ദിസ് ഇസ് ദി മാക്സിമം ഡയമീറ്റർ ഓഫ് ദി വർക്ക് പീസ് ദാറ്റ് വിൽ റൊട്ടേറ്റ് വിത്തൗട്ട് ടച്ചിങ് ദി ബെഡ്. അതാണ് സ്വിംഗ് ഡയമീറ്റർ ഓവർ ദി ബെഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് ദി മാക്സിമം ഡയമീറ്റർ ഓഫ് ദി വർക്ക് പീസ് ദാറ്റ് വിൽ ബി റൊട്ടേറ്റഡ് വിത്തൗട്ട് ടച്ചിങ് ദി ബെഡ്. ദെൻ ഫോർത്ത് പോയിന്റ്, ദ ഹൈറ്റ് ഓഫ് ദി സെൻറ്റേഴ്സ് ഫ്രം ദി ബെഡ് ഇത്ര വേണമെന്നുണ്ടാവും. പിന്നെ ലെങ്ത് ഓഫ് ദി ബെഡ് ഇത്ര വേണം, വിഡ്ത്ത് ഓഫ് ദി ബെഡ് ഇത്ര വേണം, സ്പിൻഡിൽ നോസ് ഡയമീറ്റർ ഇത്ര വേണം, ഫീഡ്, പിന്നെ ഇത്ര ഫ്ലോർ സ്പേസ് റിക്വയർഡ്. ഇതൊക്കെ മെൻഷൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ഹൗ ലെയ്ത്ത് ഈസ് സ്പെസിഫൈഡ് എന്ന് ചോദിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം എനി 3 ഓപ്പറേഷൻസ് വിച്ച് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഇൻ ലെയ്ത്ത് വിത്ത് ടൂൾ ഹെൽഡ് in tailstock. Drilling operations, reaming operations and tapping operations. Okay, thank you.